നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് രാഹുർ ദശാ കാലഘട്ടത്തെ കുറിച്ചാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ 18 വർഷക്കാലമാണ് രാഹുർ ദശ അനുഭവിക്കേണ്ടത്. ഈ 18 വർഷക്കാലം രാഹു ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായാണ് കണക്കാക്കുന്നത്. രാഹുകേതുക്കളെ ഗ്രഹങ്ങളായി പരിഗണിച്ചിട്ടില്ല എന്ന് ചില ആചാര്യന്മാരുടെ അഭിപ്രായമുണ്ട്. എന്നാൽ രാഹുകേതുക്കൾ ഒരു ഗ്രഹം തന്നെയാണ്, പക്ഷേ അവർ ഛായാഗ്രഹങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. രാശിചക്രത്തിൽ രാഹു നിൽക്കുന്നതിന്റെ നേരെ എതിർദിശയിൽ കേതു സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് രാഹു ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രാശിയുടെ 7ാം രാശിയായ വൃശ്ചികം രാശിയിലായിരിക്കും കേതു സ്ഥിതി ചെയ്യുന്നത്. രാഹുകേതുക്കൾക്ക് സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ മൂലത്രികോണ രാശിയോ ഇല്ല. മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും മൂലത്രികോണ രാശിയും ഉണ്ടെങ്കിലും രാഹുകേതുക്കൾക്ക് ഇല്ല. മറ്റുള്ള ഗ്രഹങ്ങൾ നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ പിന്നിലേക്കും മുന്നിലേക്കും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാകുന്നു. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ദശാപഹാര കാലഘട്ടങ്ങളിൽ എല്ലാ വ്യക്തികൾക്കും പല പല ദോഷാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ചില രാശികളിൽ രാഹുകേതുക്കൾ നിൽക്കുമ്പോൾ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നു. മേഷാളി, കുംഭ, തരുണി, വൃഷകർക്കിടേഷു, മേശൂരണേഷു ബലവാൻ ഉരഗാദിനാഥ. അപ്പം മേടരാശിയിലെ രാഹുവിന് കൂടുതൽ ബലമുള്ള രാശിയാകുന്നു. അളി വൃശ്ചികം രാശിയിലെ രാഹുവിന് പൊതുവെ ബലമുള്ള രാശിയാണ്. അതായത് ആ രാശിയിൽ രാഹു നിന്നാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കുംഭം രാശിയിൽ രാഹു നിന്നു കഴിഞ്ഞാൽ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. തരുണി കന്നി രാശിയിലെ രാഹു നിന്നു കഴിഞ്ഞാൽ പൊതുവെ ബലം കൂടുതലാണെന്ന് പറയുന്നു. മേഷാളി, കുംഭതരുണി, വൃഷ ഇടവൻ രാശിയിലും രാഹുവിന് ബലമുണ്ട്. മേഷാളി, കുംഭതരുണി, വൃഷ കർക്കിടകം രാശിയിലും വളരെ ബലമുണ്ടെന്നാണ് ആചാര്യന്റെ അഭിപ്രായം. ഇതിനു പുറമെ രാഹു ഏത് ഗ്രഹത്തിന്റെ രാശിയിലാണോ നിൽക്കുന്നത്, ഉദാഹരണമായി ബുധന്റെ രാശിയിൽ നിന്നാൽ ബുധനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ രാഹുവിന് ലഭിക്കുന്നതാണ്. അതായത് ബുധനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലളിതപ്രിയനായിരിക്കും, എഴുത്ത്, കവിത ഇതൊക്കെ രചിക്കുന്നവനായിരിക്കും എന്നിവയെല്ലാം ഫലമാകുന്നു. ജ്യോതിഷത്തിൽ രാഹുവിനെ കൊണ്ട് ശനിയെ ചിന്തിക്കണം എന്നും പറയുന്നുണ്ട്, കേതുവിനെ കൊണ്ട് ചൊവ്വയെ ചിന്തിക്കണം എന്നും ഒരഭിപ്രായമുണ്ട്. അപ്പോൾ രാഹുർ ദശയുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കുര്യാദഹി ക്ഷിതിപചോര വിശാഗ്നി ശസ്ത്രഭീതിം സുതാർത്തിമതി വിഭ്രമ ബന്ധുനാശം നീചാപമാനമതിക്രമദോ അപവാദം സ്ഥാനച്യുതിം പദഹതിം കൃതകാര്യഹാനിം. ഇതാണ് രാഹുർ ദശയുടെ ശ്ലോകരൂപം. അപ്പം കുര്യാദഗി ക്ഷിതിപചോര വിശാഗ്നി ശസ്ത്രഭീതി, അഹി, സംഗിക എന്നുള്ള പല രീതിയിലുള്ള പേരുകൾ രാഹുവിനുണ്ട്. ക്ഷിതിപ ചോര വിശാഗ്നി ശസ്ത്രഭീതി, ക്ഷിതിപൻ. അപ്പം രാജാക്കന്മാരിൽ നിന്നുമുള്ളത്. ഇന്ന് രാജഭരണം അല്ലാത്തത് കൊണ്ട് ഇന്നത്തെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള അവസ്ഥ നമുക്ക് അവിടെ പറയാവുന്നതാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥ, സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പലവിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കേസുകൾ വന്ന് ഭവിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് വരുന്നതാണ്. അപ്പം ഒരിക്കലും ഈ ഒരു സമയത്ത് സർക്കാർ ജോലിക്കാർക്ക് അനുകൂലമായ ഒരു സമയമായിരിക്കില്ല. എല്ലാവർക്കുമല്ല, രാഹുർ ദശ അനുഭവിക്കുന്ന ആൾക്കാർക്ക് 6, 8, 12 ഭാവങ്ങൾ ഒഴികെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുവിന് ഇഷ്ടപ്പെട്ട രാശികളിലൊക്കെ നിൽക്കുന്നതെങ്കിൽ സർക്കാരിന് വളരെ ഇഷ്ടപ്പെട്ടവനും സർക്കാരിൽ നിന്നും വളരെയധികം അംഗീകാരങ്ങളും ഒക്കെ വാങ്ങിപ്പിടിക്കുന്നവനും പ്രൊമോഷൻ ലഭിക്കുന്നവനും ഒക്കെ ആയിത്തീരാം. അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥയുണ്ടാകാം. പിന്നെ ഈ ഭാവങ്ങളിലോട്ടൊക്കെ ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ ഫലത്തിന്
കാഠിന്യം കുറയുന്നതായിരിക്കും. ക്ഷിതിപ ചോരൻ കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് പല രീതിയിലാകാം. ഓൺലൈൻ തട്ടിപ്പുകൾക്കൊക്കെ ഇരയാകാം. പിന്നെ അതുപോലെ വീട് കുത്തി തുറന്നുള്ള മോഷണം, പേഴ്സ് അടിച്ചു മാറ്റുക മുതലായുള്ള കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാം. അത് ഓരോരുത്തരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിരിക്കും ഈ ഫലങ്ങളുടെ അനുഭവം. ഇപ്പൊ ചോര, വിഷം, പാമ്പ് കടിക്കുക, പട്ടി കടിക്കുക മുതലായ ഫലവും ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മുടെ വിഷമെന്ന് പറയുമ്പോൾ മദ്യം കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഉണ്ട്. അവർക്ക് പല വിധേനയുള്ള രോഗങ്ങൾ വരാം. അതും ഇവിടെ പറയാവുന്നതാണ്. അതുപോലെ മദ്യം, പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കണം. വെളിയിൽ നിന്നുള്ള ആഹാരം, അത് ഫുഡ് പോയ്സൺ മുതലായ രോഗങ്ങളൊക്കെ ബാധിക്കുവാൻ വളരെയധികം സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. കുരിയാതകി, ക്ഷിതിപ ചോര, വിഷം, അഗ്നി. അടുത്തതായി അഗ്നിയിൽ നിന്നും ഭയമുണ്ടാകുക. അതാകുമ്പം അഗ്നിപരമായിട്ടുള്ള കൈ പൊള്ളുക, കാല് പൊള്ളുക മുതലായ കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്ന ഒരു സമയമാണ്. അത് ഈ വണ്ടിയുടെ സൈലൻസർ മുതലായ കാര്യങ്ങളൊക്കെ ദേഹത്ത് കൊണ്ട് പൊള്ളുക, അല്ലെങ്കിൽ ഗ്യാസ് കൊളുത്തുമ്പോൾ കൈ പൊള്ളുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇടിമിന്നൽ ഏൽക്കുവാൻ സാധ്യതയുണ്ട്, ഷോക്ക് അടിക്കുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ ഫലത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ശസ്ത്രഭീതി, ആയുധത്തിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അതായത് ആയുധവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, അതിപ്പോൾ നമുക്ക് വെൽഡിംഗ് പണി, ആശാരിപ്പണി മുതലായ കാര്യങ്ങൾ, പിന്നെ യന്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ പല രീതിയിലുള്ള മുറിവുകൾ, ചതവുകൾ എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉദാർത്തി, ഇപ്പം പുത്രന്മാരുടെ കുറവുണ്ടാകുക, പുത്രന്മാർക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ, ഇതെല്ലാം ഈ ദശാകാലത്ത് വന്നു ഭവിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദശാകാലത്ത് നിങ്ങൾ സർപ്പക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. കുരിയാതകി, ക്ഷിതിപചോര, വിഷാഗ്നി, ശസ്ത്രഭീതി, സുധാർത്തിമതി വിഭ്രമം, മറവി ഉണ്ടാകുക, ബുദ്ധിക്ക് നാശം ഉണ്ടാകുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ആചാര്യൻ സൂചിപ്പിക്കുന്നത്. ബുദ്ധിക്ക് നാശം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നമ്മുടെ പെരുമാറ്റത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അത് നിമിത്തം ഒരുപാട് പേര് ശത്രുക്കളാകുക, അതുപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. കുരിയാതകി, ക്ഷിതിപചോര, വിഷാഗ്നി, ശസ്ത്രഭീതി, സുധാർത്തി, മതിവിഭ്രമ, ബന്ധുനാശം, ബന്ധുക്കളുടെ നാശം ഉണ്ടാവുക, ബന്ധുക്കൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുക, നമ്മൾ ഒറ്റപ്പെട്ടു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവുക, ബന്ധുക്കളുമായി ഉള്ള എന്തെങ്കിലും കലഹങ്ങളോ മറ്റുമുണ്ടായി മാറി നിൽക്കേണ്ടതാവാം ആയിട്ടുള്ള അവസ്ഥ. അതില് ഈ ജാതകത്തിലെ രാഹുവിന് പാപബന്ധമൊക്കെ വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ശത്രുക്ഷേത്രസ്ഥിതൻ ആയിട്ടുള്ള ഗ്രഹത്തിനോടൊപ്പം ഒക്കെ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫലം പൂർണ്ണമായിട്ടും ബാധിക്കുന്നതായിരിക്കും. ശസ്ത്രഭീതിയും, സുധാർത്തി, മതിവിഭ്രമ, ബന്ധുനാശം, നീചാപമാനം, നീചന്മാരിൽ നിന്നുള്ള അപമാനം. അതാകുമ്പം ഈ നീചന്മാര് നമ്മളെക്കുറിച്ചുള്ള പല പല നുണകളും, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന് നന്നായി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടതായിട്ടുള്ള അവസ്ഥയിലുള്ള കുറെ ആൾക്കാർ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. സ്ഥാനച്യുതി, സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുക. അതായത് ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയോടൊക്കെ കൂടി നിൽക്കുന്ന രാഹുർദശയാണെങ്കിൽ തൊഴിലിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റമുണ്ടാകുക. തൊഴിലിൽ വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ദുബായിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലോട്ടൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കും. കാര്യം വ്യാഴത്തിനോടൊപ്പമോ ബുധനോടൊപ്പമോ ഒക്കെ നിൽക്കുന്ന രാഹുർദശ കാലഘട്ടമാണെങ്കിൽ തീർച്ചയായും അത് നടക്കുന്നതായിരിക്കും. കുരിയാതകി, ക്ഷിതിപചോര, വിഷാഗ്നി, ശസ്ത്രഭീതിയും, സുധാർത്തി, മതി, വിഭ്രമ, ബന്ധുനാശം, നീചാപമാനം, ക്രമതോപവാദം, സ്ഥാനച്യുതി, സ്ഥാനമാറ്റങ്ങൾ. അതുപോലെ തന്നെ ഒരു സ്ഥാനത്തിൽ ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ആ പദവിയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുപോലെ സ്വന്തം ദേശം വിട്ട്
മറ്റുള്ള ദേശങ്ങളിലോട്ടൊക്കെ മാറി നിൽക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാം. പ്രമദോപവാദം സ്ഥാനച്യുതിയും പദഹതിയും, ഒരു പതനം അല്ലെങ്കിൽ ഒരു വീഴ്ച, അല്ലെങ്കിൽ ഒരു വലിയ പദവിയിൽ ഇരുന്നിട്ട് പെട്ടെന്നുള്ള ഒരു വീഴ്ച ഇവർക്കുണ്ടാകുവാനും സാധ്യതയുണ്ട്. കാലിന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ വീഴ്ച, ഒടിവ്, ചതവ് മുതലായവയൊക്കെ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. നീചാപമാനം, ക്രമതോപവാദം, സ്ഥാനച്യുതിയും പദഹതിയും, കൃതകാര്യഹാനി, എന്ത് പ്രവൃത്തി ചെയ്തിട്ടും അതിലൊരു ഫലമുണ്ടാകാത്ത അവസ്ഥ. ഒരുപാട് കാലം കൊണ്ട് പല രീതിയിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്തിട്ട് അതിനൊന്നും ഒരു ഫലമുണ്ടാകുന്നില്ല. ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നടക്കാതാകുന്നുള്ള അവസ്ഥ. എന്നിരുന്നാലും ശുഭഗ്രഹ ദൃഷ്ടിയോ ശുഭഗ്രഹ യോഗമോ ഒക്കെ ഉള്ള രാഹുർദശയാണെങ്കിൽ ഇതിന് വിപരീതമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ രാഹുർദശ, ഇതുകൂടാതെ തന്നെ രാഹുർദശാകാലത്ത് ചില ആൾക്കാർക്ക് അലർജി സംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചില ആൾക്കാർ വിദേശത്ത് പോകുവാനും സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. രാഹുർദശ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത്? പുണ്യനാഗക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതായത് പാമ്പുമേക്കാവ്, മണ്ണാർശാല, വെട്ടിക്കോട്, ആമേട, അതുപോലെ അനന്തൻകാവ്, നാഗർകോവിലിലെ നാഗരാജ ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ഇവർ ആയില്യ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. സർപ്പബലി അത്യുത്തമമാണ് നാഗങ്ങൾക്ക്. അതായത് ജാതകത്തിലെ ഏത് രാശിയിലാണോ സർപ്പൻ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ രാശിക്ക് പറഞ്ഞിരിക്കുന്ന പരിഹാരമാണ് സ്വീകരിക്കേണ്ടത്. പല തിരുവാതിര, ചോതി, ചതയം, ആയില്യം എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ പാട്ട് നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ രാശികളിലൊക്കെ നിൽക്കുന്ന സർപ്പന് പാട്ട് വളരെ ഉത്തമമായിരിക്കും. അത് രന്ധ്രകേ കർമ്മ സംസ്ഥേജ പൂജാവാബലി കർമ്മവ ഗീതം വാദ്യഞ്ജരിഫസ്തേ തൽപ്രീതി പ്രതീയത. ഈ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന, അതിപ്പം രാഹുവിന് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്തായാലും ഈ ഫലം നമുക്ക് പറയാവുന്നതാണ്. ഇപ്പൊ രാഹുവിനാവുമ്പം 8ലും 12ലും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പൂജയും പാട്ട് നടത്താവുന്നതാണ്. ഗീതം, അതാവുമ്പോൾ പുള്ളുവം പാട്ട് മുതലായവ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.